ഹായ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് മാത്തോട്ടം LP സ്കൂളുണ്ട്, അവിടെയാണ് കേട്ടോ പഠിച്ചത്. അവിടുത്തെ ഒരു ടീച്ചർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ടീച്ചറെ മോളെ ഡ്രസ്സ്, ഞാനും അനിയത്തിയും ഏകദേശം ഒരേ പ്രായമാണ്, 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ ടീച്ചറെ മോളെ പഴയ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് തരും. അതിട്ടിട്ടാണ് ഞങ്ങളെപ്പോഴും നടക്കാറ് കേട്ടോ. അപ്പം അവിടെ സ്കൂൾ വെക്കേഷൻ എന്ന് പറയുന്നത് നോമ്പിനാണ് വെക്കേഷൻ ഉണ്ടാവുക, ഫ്രൈഡേ ആണ് ലീവ് ഉണ്ടാവുക. അപ്പോൾ ഈ വെക്കേഷൻ്റെ സമയത്ത്, നോമ്പിന് വെക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, എന്നെ എപ്പോഴും ഉമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കും. കൊടുവള്ളിയാണ് കേട്ടോ വീട്. അപ്പം ഉമ്മനെ ഞാൻ വിളിക്കുക, ഉമ്മച്ചിയെന്നാട്ടോ വിളിക്കുക. അവിടെ എന്നെ എപ്പോഴും കൊണ്ടുപോയാക്കും, എല്ലാ വെക്കേഷനും കൊണ്ടുപോയാക്കും. അപ്പം അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ കുറേ അയൽവാസികളൊക്കെ വെച്ച് വീടൊക്കെ ഉണ്ടാക്കി, അവിടുത്തെ കുട്ടികളുണ്ട്, അവിടുത്തെ കുട്ടികളെ കൂടെ വീടുണ്ടാക്കി കളിച്ചതും ചോറും കറി വെച്ച് കളിച്ചതും. പിന്നെ അതുകൂടാതെ കളിയൊക്കെ കഴിഞ്ഞ് ഓടിക്കത്തിച്ച് ഭക്ഷണം വരുന്ന സമയത്ത് ഉമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ, ഈ അവിടെ നിലത്താണ് അടുക്കള, നിലത്തിരുന്നിട്ട് പലമേലിരുന്നിട്ടാണ് എന്ത് ചെയ്യുക, പത്തിരി ചുടലും കറിയാക്കലൊക്കെ അങ്ങനെയാണ്. അപ്പം നോമ്പാവുമ്പം അന്നൊന്നും ഉണ്ടാക്കില്ലല്ലോ, അപ്പോൾ തലേന്നത്തെ പത്തിരിയും കറിയും ഉണ്ടാവും. മുളുവെള്ളം എന്നാട്ടോ പറയാം, മീൻ മുളകിട്ടത്. എന്നിട്ട് ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ ഉറീൻ്റെ മേലെ വെച്ചിട്ടുണ്ടാവും, പൂച്ചൊന്നും വന്നെടുത്തുണ്ടാവാതിരിക്കാൻ. അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ ഉറീൻ്റെ മേലെ നിന്ന് പത്തിരിയും മീൻ മുളകിട്ട കറിയൊക്കെ തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ അറിയില്ല, ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ മുളകിട്ടതും നൈസ് പത്തിരിയാണ്. അന്ന് അത് തിന്നതുകൊണ്ടുള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിൽ മെയിനായിട്ട് ഞാൻ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താ പറയുക, എന്നും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മനെ മിസ് ചെയ്യാൻ തുടങ്ങും. എന്നും ഞാൻ വഴീൻ്റെ അവിടെ, വീട്ടിലേക്ക് 2 വഴിയുണ്ട്, തറവാട്ടിലാണ് ഞാൻ നിൽക്കുക. അപ്പോൾ 2 സ്ഥലത്തുനിന്നും വഴിയുണ്ട്. 2 സൈഡത്തെ വഴീൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ പോയി നിൽക്കും. എൻ്റെ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എപ്പോഴും ഞാൻ പോയി നിൽക്കും. അങ്ങനെ വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് അമ്മ വരുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഞാൻ സങ്കടമായി, പിന്നെ ഞാൻ വീട്ടിലേക്ക് കയറിപ്പോവും. പക്ഷെ എന്നും ഞാൻ കാത്തിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ അത്ര നമ്മൾ വിട്ട് നിൽക്കുമ്പോൾ, ഒരു മാസമൊക്കെ നമ്മൾ വിട്ട് നിൽക്കല്ലേ, അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ടാവും. അങ്ങനെ പെരുന്നാളാവാൻ സമയത്തേക്ക് മാമൻ എന്ത് ചെയ്യും, എനിക്കുള്ള പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കും. ചിലപ്പോൾ മാമൻ കൊണ്ടാക്കും, ചിലപ്പോൾ അമ്മ വന്ന് വിളിച്ചുകൊണ്ടാവും. അങ്ങനെയാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാരണം, അന്ന് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത്, ഞാൻ സങ്കടപ്പെട്ടെന്ന്, എനിക്ക് ഉമ്മനെ കാണാൻ പറ്റാതെ സങ്കടമായി നിന്നൊരു കാര്യമാണ് എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കറിയാം, ഒരാളാണെങ്കിൽ ഒരാളുടെ ചിലവ് കുറയുമ്പം എത്രമാത്രം ബേർഡൻ കുറയും അവർക്ക് എന്നുള്ളതേ അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് എപ്പോഴും ചൂസ് ചെയ്യുക എന്നെയായിരിക്കും, ഞാനായിരിക്കും എപ്പോഴും മാറി നിൽക്കാൻ ഉണ്ടാവുന്ന ആൾ. അപ്പം നിൽക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും, ഉമ്മനെ കാണാതിരിക്കുമ്പോഴൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ എപ്പോഴും, എല്ലാവരും പറയില്ലേ, നമ്മളൊരു മാതാപിതാക്കളായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവർ പറയുന്നതിൻ്റെ മീനിങ് മനസ്സിലാവുള്ളൂ എന്നൊക്കെ. ശരിയാണ്. എനിക്ക് 3 കുട്ടികളായി ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നപ്പം, ഒറ്റയ്ക്ക് മക്കളെ നോക്കേണ്ട ഒരവസ്ഥ വന്നപ്പം എനിക്ക് മനസ്സിലായി, ശരിയാണല്ലേ, അമ്മ അന്ന് എന്നെ കൊണ്ട് അങ്ങനെ ആക്കിയിരുന്നത് ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. അന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് എനിക്കത് മനസ്സിലായി. ഒരാളുടെ ചിലവ് കുറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര കാര്യമാണെന്നുള്ളത്. ഓക്കെ, അപ്പം എനിക്ക് എന്തോ നിങ്ങളുടെ അടുത്തേക്ക് ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാനത് ഷെയർ ചെയ്തു. ഓക്കെ.